ആദ്യം കോഴിയാണ് മുട്ടയാണ് മുട്ടക്കോഴി ഉണ്ടായത് മുട്ടക്കോഴി അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കാന്താരി മുട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുന്നേ ഇപ്പോഴും നല്ല അടിപൊളി ഫേമസ് ആയിട്ട് പോകുന്ന സാധനമല്ലേ. പിന്നെ ഇപ്പോൾ ആളുകൾക്ക് പ്രോട്ടീൻ്റെ പുറകിലാണ്. അപ്പോൾ പ്രോട്ടീൻ വെറുതെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഇത്തിരി രുചിയോടുകൂടി കഴിക്കാനുള്ള ഒരു റെസിപ്പിയാണ് കാന്താരി മുട്ട. കുറച്ച് ശുദ്ധമായ മുട്ട വളരെ മുട്ടത്തിന് വലിപ്പം കുറവുണ്ടല്ലേ മുട്ടയായിട്ടാണ് അല്ലേ. ഇത് കാന്താരി അല്ലേ. വാവ് പുതിയൊരു കുറച്ച് മതി. ചപ്പ് മിക്സ് ചെയ്യട്ടെ. ഒരൽപ്പം ഉപ്പ്, ഒരൽപ്പം കുരുമുളക്. 80% അരിഞ്ഞാൽ മതി. അതാണ് ശരി. എന്താ സാധനം നാരങ്ങ തന്നാ വെള്ളം കേട്ടാ ജനാംശം. നല്ലോണം അങ്ങനെ പൊട്ടിക്കാം. എന്നിട്ട് ഇതിലൊരു ലെയർ ഉണ്ട് ഈ മുട്ടയിൽ. അങ്ങനെ പാടെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും മുട്ട. വാവ് മുട്ടയിൽ കൂടോത്രം അല്ലേ. ജസ്റ്റ് ഇങ്ങനെ നറുക്കുക. അറുത്തിട്ട് നമ്മുടെ കാന്താരി ചമ്മന്തി ഇതിന് വെക്കുക. ഒരൽപ്പം നാരങ്ങ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്. ഇത് നമുക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് മല്ലിയില. ഇതൊക്കെ നമ്മൾ അഡീഷണൽ ചേർക്കണം അല്ലേ ഭംഗിക്ക് വേണ്ടി. ഇതൊന്നും വെക്കണമെന്ന് നിർബന്ധമില്ല. എന്താണ് വാവ് ഇതൊരു ഭംഗിക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കണം. കഴിഞ്ഞല്ലേ അവിടെ ഇരിക്കട്ടെ. എന്തായാലും അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ആദ്യം നമ്മൾ പിള്ളേർ കൊടുക്കാം. എന്നാ പിന്നെ കഴിക്കും. എന്നാ ഞാൻ എടുത്തോളെ ധൈര്യം എടുത്തോളെ. കണ്ണാട്ട് കൊടുക്കാം ആദ്യം. ചെറിയ കുട്ടി അല്ലേ. കഴിച്ചിട്ട് ഇപ്പം പറയട്ടാ. അല്ല വലിയ മുട്ട നോക്കിയിട്ട് നല്ല രസം കൊണ്ട് കാണേണ്ട. ആ എരിവും അല്ലേ. മുട്ട വെറുതെ നിൽക്കാല്ലേ. നല്ല കാന്താൻ്റെ അത്ര എരിവൊന്നുമില്ല. എന്താ ഒരു സൂമ എരിവുണ്ടാ? ഇല്ല ചെറുതായിരുന്നേ കാര്യമില്ല. കാന്താരി പിഞ്ചായി തോന്നാട്ടാ. ചിലതിൻ്റെ എതിരിട്ട് മനഃപൂർവ്വം നിറയെ മുളക് തിരിയിട്ട് അത് പേർക്ക് ഭാഗ്യം.